Hi everyone, welcome back to my YouTube channel. So if you're first time here, just subscribe to my YouTube channel. So ഇന്നത്തെ വീഡിയോയിൽ ഈ 2025ന്റെ ഒഫീഷ്യൽ ആൻസർ കീ അതേപോലെ തന്നെ OMR ഷീറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഞാൻ OMR ഷീറ്റ് നോക്കിയിട്ടില്ല ആൻഡ് ആൻസർ കീയിലുള്ള മേജർ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ എനിക്കറിയുന്ന ഒരുപാട് പേര് അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഒഫീഷ്യൽ ആൻസർ കീ വന്നിട്ട് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. സോ അവർക്ക് മാർക്ക് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാം ആൻഡ് ഇപ്പോഴും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഐ റിയലി സജസ്റ്റ് ദം ടു ഡു ദാറ്റ്. ബിക്കോസ് നമുക്ക് മാർക്കിന്റെ ഒരു ഏകദേശ റേഞ്ച് അറിഞ്ഞാലാണ് ഇൻഷാല്ല ഒരു MBBS ഗവൺമെന്റ് MBBS സീറ്റ് തന്നെ കിട്ടട്ടെ, അതല്ലെങ്കിൽ അതർ കരിയർ ഓപ്ഷൻസിലേക്ക് മൂവ് ഓൺ ചെയ്യാനും അതിനുള്ള ഏർലി പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ടും ഏകദേശം ഒരു മാർക്ക് അറിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. സോ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തവരാണെങ്കിൽ അത് എങ്ങനെയൊക്കെ ഉണ്ട്, നിങ്ങളെ മാർക്കിന്റെ റേഞ്ച് കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ പറയാം. സോ ദാറ്റ്സ് ഇൻ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, മെയിനായിട്ട് 5 ചേഞ്ചസ് ആണ് എനിക്ക് കിട്ടിയത്. ഞാൻ സൈലത്തിന്റെ ആൻസർ കീം അതേപോലെ തന്നെ ഒഫീഷ്യൽ ആൻസർ കീം വെച്ച് നോക്കുമ്പോൾ എനിക്ക് 5 ചേഞ്ചസ് ആണ് അതിൽ കാണാൻ വേണ്ടി പറ്റിയത്. അതിൽ ഫിസിക്സിൽ ഒരു ക്വസ്റ്റ്യൻ, കെമിസ്ട്രിയിൽ 1 ആൻഡ് ബയോളജിയിൽ 3, അങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ പലരും പല ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആൻസർ കീ വെച്ചിട്ടായിരിക്കും നോക്കിയിട്ടുണ്ടാവുക. ഞാൻ സൈലത്തിന്റെ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ ഒരു 10th ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നമ്പർ 46 വെച്ചിട്ടാണ് പറയണത്. ആൻഡ് ആ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കാണിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കാം. കൈയാണെങ്കിൽ ഞാൻ എന്തായാലും വെക്കാം. ആൻഡ് ഉറപ്പില്ല. ആൻഡ് പറയുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നമ്പർ 46 10th ക്വസ്റ്റ്യൻ ആണ്, ഫിസിക്സ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ആൻസർ കീയിൽ ഒരു 3rd ക്വസ്റ്റ്യൻ ആയിരുന്നു, ഓപ്ഷൻ 3rd ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഓപ്ഷൻ 2ലേക്ക് മാറ്റിയിട്ടുണ്ട്. അതാണ് ഒരു ചേഞ്ച്. പിന്നുള്ളത് കെമിസ്ട്രിയിൽ 56th ക്വസ്റ്റ്യൻ ആണ്. അത് മിനിമം മോളാർ കണ്ടക്റ്റൻസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ ഓപ്ഷൻ 1ഉം 4ഉം കറക്റ്റ് ആണ്. അത് സൈലത്തിലും അങ്ങനെ തന്നെയായിരുന്നു, ഒഫീഷ്യൽ ആൻസർ കീ വന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇനി ഒരുപാട് പേർക്ക് അത് ഡൗട്ട് ഉണ്ടാവാം അല്ലേ, അപ്പൊ 2 ഓപ്ഷനൊക്കെ ആകുമ്പോൾ ഡൗട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അത് പറയണത്. പിന്നെ ബയോളജിയിൽ പറയുകയാണെങ്കിൽ 3 ക്വസ്റ്റ്യനാണ്. എൻ്റെ ക്വസ്റ്റ്യൻ കാണിക്കാൻ ഇവിടെ പറ്റുമോ നോക്കാം. അങ്ങനെ ഞാൻ കാണിക്കാം. അതല്ലെങ്കിൽ ആ ടെപ്പിറ്റത്തിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആ ബയോളജിന്റെ ഡിസ്കഷൻ ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ക്വസ്റ്റ്യൻ നല്ല ഡൗട്ടായി എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് എനിക്ക് ഈ ക്വസ്റ്റ്യൻ തെറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒഫീഷ്യൽ ആൻസർക്ക് വന്നപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ശരിയായിട്ടുണ്ട്. അതിൽ ഞാൻ വിചാരിച്ച പോലെയാണ് വന്നത്. പക്ഷെ ആ ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യുമോ എന്ന് എനിക്കിപ്പോഴും ഡൗട്ട് ഉണ്ട്. കാരണം ഒരു എക്സ്പ്ലനേഷനും കറക്റ്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ചലഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ ആൻസർ ഇതിൽ സെക്കൻഡ് ആയിട്ടുണ്ടായിരുന്നത്, അതെന്തായാലും 4th ആക്കിയിട്ടുണ്ട്. അതാണ് അതിലുള്ള ഒരു ചേഞ്ച്. പിന്നെയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 133rd ക്വസ്റ്റ്യൻ ആണ്. അത് ഫിഗിന്റെ വാസ്പിന്റെ. അത് ഒരുപാട് പേർക്ക് ഡൗട്ടായ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആ ബയോളജി ഡിസ്കഷൻ ചെയ്ത സമയത്ത് കമന്റ് ബോക്സിൽ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്തത് എന്ന്. ആ സമയത്ത് എനിക്ക് ആ ആൻസർ കറക്റ്റ് ചെയ്തു കേട്ടോ. പക്ഷെ എനിക്ക് തെറ്റി. പക്ഷെ എല്ലാവർക്കും ഡൗട്ട് ആയിട്ടുണ്ടാവുക അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും അല്ലെ. ഫസ്റ്റ് ഓപ്ഷൻ അല്ല, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ഡൗട്ട് ആയിട്ടുണ്ടാവുക. അതാണ് ആ നോൺ വെജിറ്റേറിയൻ ആണോ വെജിറ്റേറിയൻ ആണോ എന്നുള്ളതായിരിക്കും പലർക്കും ഡൗട്ട് ആയിട്ടുണ്ടാവുക. രണ്ടാമത്തെ എല്ലാവർക്കും കറക്റ്റ് ആവാനാണ് ചാൻസ്. കാരണം നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട് സിംബയോട്ടിക് ആണ്, മ്യൂച്വലിസ്റ്റിക് ആണെന്നൊക്കെ. അപ്പൊ അതെല്ലാവരും കറക്റ്റ് എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ ഒഫീഷ്യൽ ആൻസർ കീഴിൽ അത് തെറ്റാണെന്നാണ് പറയണത്. ആൻഡ് എന്താണ് ഒരു ചിലപ്പോൾ അത് ചാൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് വേറൊരു ക്വസ്റ്റ്യൻ. പിന്നൊരു ക്വസ്റ്റ്യൻ 173 ആണ്. ആൻഡ് 173 ഞാൻ ഡിസ്കഷനിൽ പിന്നെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കത് ഡൗട്ടായിരുന്നു. പക്ഷെ വേറെ ഞാൻ 2 ആൻസർ കീ നോക്കിയിട്ടുണ്ടായിരുന്നു, സൈലത്തിൻ്റെതും അതേപോലെ തന്നെ വേറെ ഏതൊരു ഡിസ്കഷൻ കണ്ട സമയത്ത് അതിൽ കറക്റ്റ് ആയിട്ടായിരുന്നു ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്കഷനിൽ കേട്ടോ. പക്ഷെ സൈലത്തിന്റെ ആൻസർ കീയിൽ ആ ഓപ്ഷൻ 1 ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ആ ഓപ്ഷൻ 4 ആക്കിയിട്ടുണ്ട്. അതാണ് പിന്നെ ചേഞ്ച് വന്നത്. അത് എനിക്കൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം അതൊക്കെയാണ് മേജർ ആയിട്ടുള്ള 5 ചേഞ്ചസ് ഒഫീഷ്യൽ ആൻസർ കീയും അതുപോലെ തന്നെ സൈലത്തിന്റെ ആൻസർ കീയും തമ്മിലുള്ളത്. ആൻഡ് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേറെ ഇതൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണ് അതൊക്കെ ഫീൽ ചെയ്തത് നിങ്ങൾ പറയും. ഓക്കെ, സോ ഇത്രയൊക്കെയുള്ളൂ ഈ വീഡിയോനെ കുറിച്ച്. മെയിനായിട്ടുള്ള ഈ 5 ചേഞ്ചസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആൻഡ് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് പറയാം. അതേപോലെ തന്നെ വീഡിയോനെ കുറിച്ച് വേറെ എന്തെങ്കിലും സജഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. So that's it. So stay tuned for the next video. Till then, bye.